എല്ലാവരുടെ കുടുംബത്തിലും ഇല്ല അങ്ങനെ ഒരു അമ്മായി? ഇല്ല, എനിക്കറിയാം, നിങ്ങൾ ചിരിക്കുന്നത് കണ്ടാൽ അറിയാം നിങ്ങൾ കുടുംബത്തിലുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അമ്മായി ആയിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടിക്ടോക്കിൽ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് ഓൺ വോയിസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചറവറ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ അത്യാവശ്യം ലൈക്കൊക്കെ പോയി റീച്ച് ആയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തു, റെഡ് എഫ്എമ്മിൽ ഇന്റർവ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ അത്യാവശ്യം ഞാൻ നല്ല സന്തോഷിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് ഒരു നിർത്തി. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാൻ നന്നായി കാണാൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ടിക്ടോക്കാർ ചൈനക്കാർ അത് നിർത്തി. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് കയറി, ഇപ്പൊ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും? അങ്ങനെ നിൽക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നു, ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ കൊറോണ ടൈമിൽ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി. അവിടെ ഇങ്ങനെ വെറുതെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടി വിയിൽ പരസ്യം കാണുകയാണ്, ബമ്പർ ചിരിയുടെ പരസ്യം. കണ്ടപ്പോൾ നിങ്ങൾക്കും പങ്കെടുക്കാം, 4 മിനിറ്റുള്ള കോമഡി വീഡിയോ അയച്ചു തരാന്നൊക്കെ പറഞ്ഞപ്പം ചുമ്മാ ഈ ചെയ്ത വീഡിയോ അയച്ചു കൊടുത്താണ്. അങ്ങനെ സെലക്ട് ആയി. അങ്ങനെ ഇപ്പൊ 4 വർഷമായിട്ട് ബമ്പർ ചിരിയിലുണ്ട്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. എപ്പോഴാണ് നമ്മളെ തലയിലെ വര മാറാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആരുടെയൊക്കെ തലവരെ എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. കാരണം വന്ന സമയത്ത് തന്നെ ഇവിടെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ആവേശമൊക്കെ നിങ്ങളെ മുഖത്ത് കാണാനുണ്ട്. എത്ര സപ്പോർട്ടീവായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. രാവിലെ 3 മണിക്കോ 3:15 അങ്ങോട്ട് പരിപാടി തുടങ്ങി, കുട്ടികളുടെ പരിപാടി തുടങ്ങി. ഇനിയും പിറകിൽ ഒരുപാട് പ്രോഗ്രാംസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ എന്താണെന്നുള്ളത് അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. ഇതിൽ കുറേ പേരൊക്കെ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്തോട്ടെ നിങ്ങളുടെ സമ്മതത്തോടു കൂടി. അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് ഇപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ദൃശ്യമായിട്ടാണ്. ഞാൻ ഇങ്ങനെ നിലയിലായി എന്നൊന്നുമല്ല. ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെടുത്ത് പറഞ്ഞു തന്നതാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന അമ്മായി ആയിട്ടാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരദൂഷണ അമ്മായി ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ അമ്മായിയുടെ ക്യാരക്ടർ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഭയങ്കര കുശുമ്പ, ആരും നന്നായി കാണുന്നത് ഇഷ്ടമല്ല. എവിടെ പോയാലും എന്തെങ്കിലും കുറ്റം ഉണ്ടാവും എല്ലാത്തിലും. നമ്മളെ വീട്ടിലുള്ള ആളുകൾ മാത്രം നല്ലത്, തൊട്ടടുത്തുള്ള വീട്ടുകാർ ബാക്കിയുള്ള ആളുകളൊക്കെ അത്ര നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ഒരു അമ്മായി. ആ അമ്മായി ആയിക്കോട്ടെ, അവിടെ നല്ലൊരു കൈയ്യടി എന്നാലാവാം. നമസ്കാരം. ഞാനില്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ രമണീനോട് സുമേനോടൊക്കെ എൻ്റെ കൂടെ പോരാൻ വേണ്ടിയിട്ട്. പക്ഷെ അയറ്റുകൾ വന്നില്ല. മഞ്ഞുണ്ടാ പനി വരും പോലും. അല്ലെങ്കിൽ പോക്ക് പനി നിന്നില്ല. ഓക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാ സാധനങ്ങളും തൈറോയിഡൊക്കെ ഉണ്ട്. ഒത്തിരി മഞ്ഞ് കൊണ്ട് പനിയായിട്ട് വന്നോടായിട്ടാ. ഞാൻ മൈൻഡാക്കാൻ നിന്നില്ല. ഞാൻ പോകുന്ന കണ്ട് ലാസ്റ്റിലുള്ള ആ സീറ്റിൽ കുത്തിരിക്കാൻ വേണ്ടി പോയതേന്. ആടെ പോയപ്പോണ്ട് കസേരയിൽ ഒരു ടവ്വൽ വിരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇവിടെ ആരെങ്കിലും ഇരിക്കാണ്ടോ, ഞാൻ ഒന്ന് കുത്തിരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്ത് ആ ബാക്ക് കുത്തിരിക്കുന്ന ചോപ്പ് ചുരിദാറിനോട് പറയുക, ഇവിടെ കുത്തിരിക്കേണ്ട, അവിടെ ആളുണ്ട്. ഞാൻ ചോദിച്ചോളോട്, എന്നാ പിന്നെ പൊരേന്നൊരു സാരി ഇട്ട് പോകുന്നൂടെ, 4-5 കസേരയിൽ ഒന്നായിട്ട് വിരിച്ചിങ്ങാണ്ട് കുടുംബക്കാരെ ഒന്നായിട്ട് കുത്തിരിപ്പിച്ചോ. അല്ല, അങ്ങനത്തെ പരിപാടികൾ കാണിക്കാൻ പറ്റുമോ? അത് ഞാൻ ഇവിടെ സംഘാടകരോട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഉണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് പരദൂഷണം പറച്ചിലാണ്, നാട്ടുകാർ നന്നാവുന്നൊന്നും കണ്ടുകൂടാന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളോട് മോശം പരിപാടി പറയുന്ന ഒരാളല്ല. ഒരാളോട് മുഖം കറുപ്പിച്ചൊരു വർത്താനം ഞാൻ പറയലില്ല. ഞാൻ ലേശം കറുത്തിട്ടായി പോയി, അല്ലാതെ ഞാൻ ആരോടും അങ്ങനെ പറയലില്ല. സത്യത്തിന്റെ മുഖം അല്ലെങ്കിലും വികൃത, ഞാൻ കണ്ണ് പറയൂ. അതാണ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ പറയല്ലോ. ഞാൻ ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെ ഗോപാലേട്ടനെ കണ്ട്. ഗോപാലേട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിപാടിക്ക് വരുന്നുണ്ടോ, ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയാ, അതൊക്കെ നിങ്ങൾ വയസ്സന്മാര് പോയി കുത്തിനെ കണ്ടാൽ മതി, ഞാൻ ചെറുപ്പക്കാരനല്ലേ. 85 വയസ്സുള്ള ഗോപാലേട്ടൻ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങോട്ട് പറയാ മൂപ്പര് ചെറുപ്പക്കാരനാണ് പോലും. അല്ല, മൂപ്പര് അത് പറയൂ. മൂപ്പരൊരു കഥ ഉണ്ട്. എന്നോട് രമണി ഫോൺ വിളിച്ചിങ്ങാണ്ട് പ്രത്യേകം പറഞ്ഞത്, അയ്യ ആരോടും പറയല്ലേന്ന്. ഞാൻ ആരോടും പറയൂല, നിങ്ങൾ 4 ആൾ കേൾക്കുന്നോണ്ട് മാത്രം പറയാം, നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ടോ. ഒരു ദിവസം ഈ ഗോപാലേട്ടനെ ഭാര്യ മക്കളും എണീറ്റുങ്ങാണ്ട് ഗോപാലേട്ടനെ നോക്കുന്നേരം കാണില്ല, പൊരേ കാണില്ല. വെരു തെരച്ചിലല്ലേ. ഗോപാലേട്ടൻ എവിടെ പോയി? ഭാര്യ ഗീതണ്ട് നെഞ്ചത്തടിച്ചുകാരുന്നു, എന്റെ ഗോപാലേട്ടാന്ന്. ഇത് ഗോപാലേട്ടനെ കാണില്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത വീട്ടിലത്തെ രമണി കരയ. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മൂപ്പരെ ഭാര്യ കരഞ്ഞ ഇവക്ക് മനസ്സിലാക്കാം, രമണി എന്തിനായിരിക്കും കരഞ്ഞ്? അത് പോട്ടെ, അത് അടുത്ത കുടുംബശ്രീ ചർച്ച ചെയ്യാം. അങ്ങനെ കരഞ്ഞ് തെരച്ചിലാ.
അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് എടുത്ത് ആടെ ഇവിടെയൊക്കെ കംപ്ലൈന്റ് എടുത്ത് ഒരു ഉച്ചേമുക്കാലായ സമയത്ത് ഗീത അങ്ങനെ അടിച്ചായിരുന്നു നേരം കട്ടിന്റെ ചോട്ടുന്ന ഒരു കത്ത് ഇട്ടുക. ഒരു കത്ത് ഇതെടുത്ത് വായിച്ചു നോക്കിയ സമയത്ത് എന്താ ഗോപാലേട്ടന്റെ കത്താ. അതിനകത്ത് എഴുതിക്കാം, വെളെ ഞാൻ പോവുകയാണെന്ന്. ഭാര്യയ്ക്ക് എഴുതിയ കത്താ. വെളെ ഞാൻ പോവുകയാണ്, എനിക്ക് ജീവിതം മടുത്ത്. ഇനി ഞാൻ കാശിയിലോ രാമേശ്വരത്തോ എവിടെയെങ്കിലും പോയി കണ്ട് തിരി ശുദ്ധവായൊക്കെ ശ്വസിച്ച് ജീവിക്കാന്ന് വിചാരിച്ചു. ഇത് കേട്ടപ്പോൾ ഇവർക്ക് ലേശൊരാശ്വാസം ഉണ്ടായിട്ടോ, കാരണം മുമ്പ് ചത്തൊന്നും പോയില്ലല്ലോ. പൊരയിൽ ഇന്നലെ ചെലവയ്ക്ക് തലക്കി അടിച്ചിരിക്കുന്ന ഗീതാന്നാ കേട്ട്. അതിന്റെ വിഷമത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ ചേച്ചി ചിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ ചിരി കണ്ടാൽ അറിയാം ഇന്നലെ മൂപ്പർക്ക് ഒരു അടി കൊടുത്ത് കുത്തിരിക്കുകയാണ്. പോട്ടെ, അങ്ങനെ ഒരു സമാധാനം ചെയ്യൂ. കാശിയിലും രാമേശ്വരത്തല്ലേ, വയസ്സാം കാലത്ത് അങ്ങനത്തെ ഓരോ ചിന്തകൾ ഉണ്ടാവും, പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ TV തുറന്നിച്ചിങ്ങാണ്ട് ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ എന്താ കാണണേ, നമ്മളെ കൊച്ചിയിലെ ലുലുമാളിലെ ഉദ്ഘാടനം. നമ്മളെ ഹണി റോസ് ഉണ്ടല്ലോ, ഹണി റോസ്. ഏട്ടന്റെ ചിരി കണ്ടാച്ചാലും മതി. ഹണി റോസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് മൂപ്പര് തല കൊഞ്ച് ചിരിക്കുക. ഭാര്യ അപ്പുറത്തുണ്ട്, കാണണ്ട കേട്ടോ, നിങ്ങളെ വീട്ടിലും ചെലവുണ്ട് എന്നാ കേട്ട്. അപ്പൊ ഹണി റോസ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തോണ്ട് നിൽക്കുക. ഈ ക്യാമറ ഇങ്ങനെ എല്ലായിടത്തും കൂടി പായല്ലോ. അപ്പൊ അതിലിങ്ങനെ ഒരു TV തുറന്നിച്ചിങ്ങനെ നോക്കുന്ന സമയത്തുണ്ട് സ്റ്റേജിന്റെ താഴെണ്ട് മറ്റേ ടച്ച് ഫോൺ അല്ലാത്ത കീപാഡ് ഫോണും പിടിച്ചിങ്ങാണ്ട് മോളെ ഹണി റോസെ ഒരു സെൽഫി എടുക്കുമെന്ന് ഗോപാലേട്ടൻ നിൽക്കുന്നു. ഇയാളെ കാശി രാമേശ്വരം എന്ന ഈ കൊച്ചിയിലെ പിന്നെ ലുലുമാളിൽ ഹണി റോസിന്റെ അടുത്തായത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നോട് രമണി വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നോട് പറയാനൊക്കെ എന്തും പറയാ. ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ ഇത് 4 ആളോട് പറയാൻ നിൽക്കണ്ട കേട്ടോ, എന്റെ പേരിലേക്ക് കുറ്റം വരിക. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് പറഞ്ഞ്, എന്തോ പിന്നെ ആൾക്കാരെ കൂട്ടായ്മന്റെ പരിപാടിന്ന്. ഞങ്ങൾക്കും ഉണ്ടായി റെസിഡൻസിന്റെ ഒരു പരിപാടി, ഓണപ്പരിപാടി. ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ മരിയോളും ഓളെ ടീമും ഒക്കെ ഒരു ടീം, നമ്മള് വയസ്സന്മാരൊരു ടീം, ഓളെ കുറെ വലപ്പികൾ ഒരു ടീം. അങ്ങനെ വെളുണ്ട് പൂക്കള മത്സരത്തില് ഞാനും ലതയും സുമയും രമണിയും ഗീതയും ഒക്കെ ഒരു ടീം. പൂക്കളിട്ട് ഞാൻ എന്താ അവരെ ഡിസൈൻ അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കാൻ വേണ്ടി കൂടെ പോയി നോക്കി. വെറുതെ പോയി ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ 2 കണ്ണുകൊണ്ടും ഞാൻ കണ്ടതാ ഉച്ചയ്ക്ക് തിന്നാൻ വെച്ച പൊരിച്ച മീനും കറിവേപ്പിനെയും അതിനകത്ത് വീണിറക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ഇത് മാർക്കിടാൻ വരുമ്പോൾ മാർക്ക് പോകുമല്ലോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ പിന്നെ പൂക്കളോ നോക്കി അവിടെ നിന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മരിയോക്കും ഓളെ ടീമിനും ഫസ്റ്റ്. കച്ചറുണ്ടാക്കിയില്ലേ ഞാൻ, കച്ചറുണ്ടാക്കി. വേറെ ആർക്ക് കൊടുത്താലും വേണ്ടിയില്ല, എൻ്റെ മരിയോക്ക് കൊടുക്കരുത്. അല്ല അങ്ങനെയല്ല, കിട്ടരുത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ടീമിന് ഫസ്റ്റ് കൊടുത്തത് ചോദിച്ചു. ഈ പൂക്കളത്തിന് എന്തിനാ ഫസ്റ്റ് കൊടുത്തതെന്ന്. അപ്പൊ ഞാൻ പൊരിച്ച മീനും കറിവേപ്പിലയും വീണ പൂക്കളത്തിനാണോ ഫസ്റ്റ് കൊടുക്കേണ്ടത്? അപ്പൊ ഓരെന്നോട് പറയാ നിങ്ങൾക്ക് കലാബോധം ഉണ്ടോ തള്ളയെന്ന്. ഞാൻ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക, ഒരു കലാബോധം ഉണ്ടോ തള്ളയെന്ന്? എന്താ അപ്പൊ കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അത് പൊരിച്ച മീനും കറിവേപ്പിലല്ല, ചുണ്ടൻ വെള്ളവും തെങ്ങോലയാണ് പോലും. അത് വരച്ചതിന്റെ മരിയോളാ. അപ്പൊ അത് പിന്നെ ഉണക്കമീൻ പോലെ തന്നെ ഉണ്ടാവും. അത് ഞാൻ സഹിച്ച്. അത് കഴിഞ്ഞിട്ട് ഓരിനോട് പറയാ നിങ്ങൾ തിരുവാതിരക്കൾക്ക് കൂടണമെന്ന്. എന്റെ മരിയോള് പഠിപ്പിക്കുന്ന തിരുവാതിര. ഓള് കൈ ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞാൽ ഞാൻ കൈ ഇങ്ങോട്ടേ വെക്കുള്ളൂ. അങ്ങനെ മരിയക്കൾ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള അമ്മായിമാർ അങ്ങനത്തെ ചരിത്രം ഞങ്ങളെ തറവാട്ടിലില്ല. നാളെ ഗീതന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിനി. കല്യാണം കഴിഞ്ഞപ്പോൾ എന്തേ പറഞ്ഞേ, എന്റെ വിളേ ഇതുപോലത്തെ ഒരു മരിയോള്, തങ്കപ്പെട്ട സ്വഭാവം, ഇതുപോലൊരു മരിയോൾ ആർക്കും കൊടുക്കരുത്. ദൈവത്തിന് ഞാൻ എന്താ ഞാൻ പറയാ, അത്രയും നല്ലൊരു മരിയോള്. 1 മാസം കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് ഇവള് കുടുംബശ്രീക്ക് വന്ന് ഇതേ ഡയലോഗ് പറഞ്ഞു. പക്ഷെ ടോണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മരുവോൾ ഇതുപോലൊരു മരുവോൾ ദൈവമേ വേറെ ആർക്കും കൊടുക്കല്ലേ എന്ന്. ഞാൻ ആരോടും പറയാൻ പോയില്ലതൊന്നും. കുടുംബശ്രീയിൽ ഞാൻ നേരത്തെ പോവും. ഒന്നിനും അല്ല, അങ്ങനത്തെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ പറയാമല്ലോ. അത് പറഞ്ഞ പറ്റിയൊരു കാര്യം ഓർമ്മന്ന്. കഴിഞ്ഞ കുടുംബശ്രീക്ക് ഞാൻ പോയ സമയത്ത് തുളസി വന്നില്ല. ഓളൊരാഴ്ചയായിട്ട് വന്നില്ല കുടുംബശ്രീയിൽ. ഓക്ക് മറ്റേ ലിങ്കേജ് മറ്റേതിന്റെ പൈസയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. എനിക്ക് അതിന് കിട്ടുമോ നിങ്ങൾ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു ഓളെന്താണ് കുടുംബശ്രീക്ക് വരാഞ്ഞെന്ന്. അപ്പൊ പറയാ ഓക്ക് താടീൻ്റെ ഇവിടെ എന്തോ ഒരു കറുത്ത എന്തോ ഒരു മറുകുണ്ട്. അപ്പോൾ സൗന്ദര്യ സംരക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് ഓൾ ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. താടീൻ്റെ ഇവിടുത്തെ ചെറിയൊരു മറുകുണ്ടായിട്ട് ഓള് കാണിക്കാൻ പോയിക്കുക. എനിക്ക് അപ്പം തന്നെ മനസ്സിൽ തോന്നി ഓൾ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അത് കഴിഞ്ഞ് കുടുംബശ്രീക്ക് ഇവള് വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ, എൻ്റെ അച്ഛൻ്റെ അമ്മായിൻ്റെ മരോളെ വീടിനടുത്തുള്ള തെക്കേല ഓർക്ക് ഇതേപോലെ ചെറിയൊരു മറുകുണ്ട് എനിക്ക് കയ്യിൻ്റെ മുകളിൽ. പിന്നെ
പിന്നെ വലുതായി വലുതായി ക്യാൻസർ വന്ന് പാഴുത്ത് കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓളെ സമാധാനം പോയി. പേടിയോ കൊച്ചിയിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ ചികിത്സയ്ക്ക് പോയതാണ്. ഓക്ക് അങ്ങനെ തന്നെ കിട്ടണം. കുടുംബശ്രീയിലെ തൊഴിലുറപ്പിന് വന്നും കണ്ട് പിന്നെ ഒരു പണി എടുക്കാണ്ട് കൈക്കോട്ടിന്റെ മേലെ ഇങ്ങനെ താടിയും ചരിച്ച് കഥ പറഞ്ഞ് തഴമ്പ് വന്ന പാടും കൊണ്ടാവുള്ളൂ. പിന്നെ മറുകിന്റെ പാടാന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ല, നിങ്ങളെ മുൻപിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവര് പറയുന്ന പോലെ ഞാൻ എവിടെയും പോയി കൂച്ചുമ്പൂന്ന് തോന്നും പറയുന്ന ആളല്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് അത് മനസ്സിലായിണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എന്തോന്ന് പറയാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പഠിച്ചോനെ എന്തായിനി അത് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ മറന്നുപോയതാട്ടോ. ഈ ഇവര് മറ്റേ യോഗ ക്ലാസ് എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുന്നാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ രാവിലെ തന്നെ പോയി. ഇവര് പറഞ്ഞ് ചിരിക്കുന്ന നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്, ചിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ രാവിലെ വിചാരിച്ചു നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കണമല്ലോ. ഇനി ആടെ പോയി എന്തേ കുശുമ്പ് പറയാൻ കിട്ടുമെന്ന് അറിയാൻ, അല്ല ആടെ പോയിട്ട് ആരോഗ്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആടെ പോയി നോക്കിയപ്പോൾ ഇവര് ചിരിക്കുക. ഇങ്ങനെ കൈകൾ ഉയർത്തി ചിരിക്കണം പോലെ ഉറക്ക ചിരിക്കണമെന്ന് യോഗ ക്ലാസ്സിൽ ഇവര് ഇങ്ങനെ ചിരിക്കുക. അപ്പൊ ഞാനും പോയി കൂടെ ചേർന്ന് ഞാനും ചിരിക്കാൻ വിചാരിച്ച്. ഇവര് ചിരിച്ച് ഞാനും ചിരിച്ച്, ഇവര് ചിരിച്ച് ഞാനും ചിരിച്ച്. ഇവര് ചിരി നിർത്തിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. ഞാൻ ചിരിക്കുക. ഇവര് പറയാം ആൾക്കാരെ കളിയാക്കാണ്, സംഘാടകരെ കളിയാക്കാണ്, ഇറങ്ങിപ്പോതള്ളേന്ന്. ആട് തന്നെ ഇറക്കി വിട്ട് അതന്നെ ആടുന്ന് ആരോന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല മോനെ, എനക്കിന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു. അതും കൂടി ഇവിടെ ഓരോന്നും സൂചിപ്പിക്കാൻ വിട്ടാ ഞാൻ വന്ന്. ഇവിടെ ഇപ്പൊ ആ ലാസ്റ്റ് കുത്തിരിക്കുന്ന ചോപ്പ് ചുരിദാട്ട പെണ്ണുങ്ങൾ എന്നോട് എന്ത് വർത്താനാ പറഞ്ഞേ, ഇവിടെ കുത്തിരിക്കരുത്. ഇതൊക്കെ നിങ്ങൾ സംഘാടകർ അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയില്ല, അതാണ് ഇവിടുത്തെ കാര്യം. ഞാനിനി എന്റെ കുശിപ്പ് പറഞ്ഞു നടന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും പോയോക്കട്ടെ എന്തേ പറയാണ്ടോ എന്നുള്ളത് കേട്ടോ. ബാക്കത്തെ സ്റ്റേജിൽ എന്താ കച്ചറ ഉള്ളത് നോക്കി നോക്കട്ടെ. ആടെ ഏതൊരു കുട്ടീൻ്റെ അമ്മയും മറ്റോളമ്മയും തമ്മിൽ കച്ചറ, എൻ്റെ മോൾ ആരെയും കേട്ടോ പറഞ്ഞിട്ട്. അല്ല അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. എന്നാ ശരി എന്നാൽ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് കയറിയപ്പോൾ നിങ്ങളെ ഈ ഒരു ആവേശം കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. പറഞ്ഞപ്പോൾ കൂടിപ്പോയോ? ഓക്കെ ആണോ? എന്നാ നല്ല അടിപൊളി കൈ തരുമോ? ഓക്കെ, സന്തോഷം. താങ്ക് യു, നന്ദി.